സാപത്തിനു ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ മഗ്ദലേന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കുവാൻ വന്നു. വേഗമാകട്ടെ, ഇരുട്ട് മാറുന്നതിന് മുൻപ് നമുക്ക് കല്ലറയിലെത്തണം. ഈ സുഗന്ധക്കൂട്ടുകൾ അവൻ അർപ്പിക്കുവാൻ പടയാളികൾ നമ്മെ അനുവദിക്കുമോ? അനുവദിച്ചാൽ തന്നെ ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിന്റെ വാതിൽക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റുക? അറിയില്ല മറിയം, നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം. ഈ ഒരു രാത്രി മുഴുവൻ കാത്തിരുന്നത് അവന്റെ അടുത്ത് എത്താനായിരുന്നില്ലേ? മറിയം, എന്താണ് ഈ കാണുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ കരയുന്നത്? കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അതെ അതെ, അവൻ ഇവിടെയില്ല. താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. അവൻ കിടന്ന സ്ഥലം വന്നു കാണുവിൻ. മറിയം, കർത്താവ് ഉയർപ്പിക്കപ്പെട്ടു. എടോ, ഇതിപ്പോൾ 3 ദിവസമായി. എത്ര നേരമെന്ന് വെച്ചാ നമ്മൾ ഈ കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്നത്? എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഞാൻ കുറച്ചു നേരം മയങ്ങിയാലോ എന്ന് ആലോചിക്കുക. താൻ ഉറങ്ങില്ലേ? താൻ ശ്രദ്ധിച്ചോ? പതിവിന് വിപരീതമായി പ്രകൃതിയിലാകെ ഒരു മാറ്റം വന്നതുപോലെ, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എനിക്കൊരു സംശയം, സത്യത്തിൽ ഇവൻ ദൈവപുത്രൻ തന്നെ ആയിരുന്നു. തനിക്കിത് എന്ത് പറ്റി? വല്ലാതെ പേടിയുണ്ടെന്ന് തോന്നുന്നു. ദൈവപുത്രനായിരുന്നെങ്കിൽ നമുക്കിവനെ കുരിശ് തറച്ചു കൊല്ലാൻ സാധിക്കുമായിരുന്നു. ദൈവപുത്രൻ പോലും. ദൈവപുത്രൻ. എന്താ എന്താ ഇത്? നോക്ക്, അങ്ങോട്ട് നോക്ക്. കല്ലറ തുറന്നിരിക്കുന്നു. അയ്യോ, വേഗം വേഗം രക്ഷപ്പെടാം. എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് വരുന്നില്ല. നിങ്ങൾക്ക് സമാധാനം. ആരാധന
നമുക്ക് തയ്യാറാണ്. ഏറ്റവും മുമ്പിൽ മരം കുരിശൻ, രണ്ട് കുടകൾ റോഡിലൂടെ ഇറങ്ങി നമ്മൾ പഴയ പള്ളിക്കൂടെ റോഡിലൂടെ ഇറങ്ങി കുരിശിനുവേണ്ടി റോഡിലേക്ക് കയറി വരുന്നു.